നമസ്കാരം. ഇപ്പം സമയം 11:30 കഴിഞ്ഞ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ താത്തേനെ പറ്റിയിട്ട് തന്നെയാണ്. താത്ത എല്ലാവരെയും ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നത് ഒരിതാണ്. താത്തക്ക് അത് മാറ്റി പിടിക്കാനായിട്ടില്ലേ? താത്തേ ഒന്നികൾ തെളിവടക്കം കൊണ്ടുവരിക. ഇത് പിന്നെ പ്രിയനെ കൊണ്ട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറയുന്നുണ്ട്. ഇനി മാറ്റിപ്പിടിക്കടി. നിന്നെപ്പോലെ ഹണി ട്രാപ്പോ കാര്യങ്ങളൊന്നും അല്ലല്ലോ ലോഡ്ജില്ലേ. ഇനി ഇപ്പോൾ ലോഡ്ജിൽ നിന്ന് നീ ഏത് ലോഡ്ജാണ്, ഇനി എങ്ങനെയാണ് എന്നെല്ലാം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. അതാ നല്ല കാര്യം. അല്ലാണ്ട് വെറുതെ എന്താ പറയണ്ടത്, ആ തൃശ്ശൂർ അതായത് ഗുരുവായൂരിന് അടുത്ത് കിടക്കുന്ന ഓളാ ലോഡ്ജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നോക്കണ്ട ഓളെ വീടില്ലേ ആടാ. നീ എന്തെന്നാടി പറയുന്നത്? എനിക്കെന്നെ വട്ടായോ? നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ മറ്റേ നിനക്ക് ജസ്ന സലീം എന്ന ഹണി ട്രാപ്പുകാരിക്ക് വട്ടാണെന്നാണ്. അതിൻ്റെ കൂടെയുള്ള വേട്ടാവളിന് അതിനും വലിയ വട്ട് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വേട്ടാവളിൻ്റെ ഒരു വീഡിയോ 2012 ഇറങ്ങിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അത് അറിയോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ അറിയില്ലല്ലേ? അറിയാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ അറിഞ്ഞത് എന്തായാലും 2 ദിവസം കൊണ്ട് എനിക്കത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാനായിരുന്നു. കാരണം നീയൊക്കെ ഞങ്ങളെ ഒരുപാടങ്ങ് മൂഞ്ചിയിട്ടുണ്ട് ഹിന്ദുക്കള. ആ ഹിന്ദുക്കളങ്ങ് മൂഞ്ചിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെന്താ വിചാരിച്ചത്? മുസ്ലിങ്ങളെയും കുറേ മൂഞ്ചിക്കാമെന്ന് വിചാരിച്ചു. പാവം മുസ്ലിംസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മുസ്ലിംസുകൾ നിങ്ങളെ ഭാഷ എടുക്കില്ല മക്കളെ. അവർ നല്ല അടിപൊളിയാണ്. ഞാൻ ആരും ഒരാൾ പോലും നല്ല രീതിയിൽ നിന്നോട് സംസാരിക്കൂല. കാരണം നിൻ്റെ ചാനലിൽ വന്നിട്ട് വൃത്തികേട് പറയുന്ന കൃഷ്ണൻ്റെ ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ട് നീയാണ് വൃത്തികേട് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ പേരടക്കം മാറ്റണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞാനിന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്തിനെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പം ഈ വേട്ടാവളിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. വേട്ടാവളിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കും. ഞാൻ ബാക്കി നാളെ പറഞ്ഞുതരാം എന്താ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് പൊന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ നക്ക കാലണക്ക് ഗതിയില്ലാണ്ട് കൃഷ്ണചിത്രം വരച്ചിട്ട് ഫേമസ് ആയ ഓളെ പറ്റിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യം? അത് ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ. നമ്മൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി BJP തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു BJP ഒരു RSSകാരോ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾ പോലും ഈ ഫോട്ടോ വാങ്ങുന്നില്ല. ഈ പിന്നെ ഇത് കൊടുക്കുന്നുണ്ടാവില്ലേ, എന്താ ഇത് കുറേ മുന്നേ ഓർഡർ കൊടുത്ത ആൾക്കാർ മാത്രം ഒന്ന് ഫോട്ടോ വാങ്ങിയിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാക്ക് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾ കുറേ ആൾക്കാരെങ്കിലും ഈ ഒരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയേണ്ടത്, വിഷമത്തോടു കൂടി പറയുകയാണ്. കാരണം ഇനി ഇങ്ങനത്തെ വൃത്തികേട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.